ഹായ് ഫ്രണ്ട്സ്, അമ്പടമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഒരു ബീഡ്സ് വർക്കായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിതാ ഇതുപോലൊരു പഴം ആണ് ഉണ്ടാക്കുന്നത്. ഇത് വലിയ വീട് വെച്ച് ഉണ്ടാക്കിയ പഴമാണ് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു റോബസ്റ്റ പഴത്തിൻ്റെയോ ഒക്കെ ഒരു ചായയിലുള്ള നമ്മുടെ ബീഡ് വർക്കാണ്. ഇതിൽ രണ്ട് വലുപ്പത്തിലുള്ള ബീഡുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോഴാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടുന്നത്. ഇത് പിന്നെ നമ്മളൊരു 1 mm സൈസൊക്കെ വരുന്ന ബീഡാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. ഇത് ശരിക്കും ട്രഡീഷണൽ ക്രാഫ്റ്റാണ് കേട്ടോ. ബീഡ് വർക്ക് ട്രഡീഷണൽ രീതിയിൽ പണ്ടുള്ളവരൊക്കെ ഒരു 80s 85s ബീഡ്സ് വർക്കിൻ്റെ രീതിയിൽ ചെയ്തേക്കണതാണ്. എനിക്കെപ്പോഴും ഈ വലിയ ബീഡുകൾ ക്രിസ്റ്റൽ ബീഡിൽ ചെയ്യുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. വലിയ ബീഡാകുമ്പോൾ വേഗം അതിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് എത്തും. കുഞ്ഞു ബീഡാകുമ്പോൾ ഒത്തിരി സമയമെടുക്കും ചെയ്ത് തീരാനായിട്ട്. അപ്പോൾ എനിക്ക് ഇത്തിരി മടിയാണിത് ചെയ്യാൻ. എന്നാലും പലരും ഇങ്ങനെ ട്രഡീഷണൽ ബീഡ് വർക്കൊന്ന് ചെയ്ത് കാണിക്കുമോ എന്ന് പറയണതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഈ ചെറിയ ബീഡിൽ നമ്മൾ ചെയ്യാം എന്നുദ്ദേശിച്ചത്. അപ്പോൾ ഇത് രണ്ടും ചെയ്തേക്കണത് ഒരേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഓരോ സ്റ്റിച്ചും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഒരേ മെത്തേഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ വലിയതിൽ വന്നേക്കണ വ്യത്യാസം 2 സൈസ് ബീഡുകൾ നമ്മൾ ഉപയോഗിച്ചു. ഈ ഒരു 3 ലെയർ മാത്രം ചെറിയ ബീഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പക്ഷേ എല്ലാം ഒരേ സൈസ് ബീഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഷേപ്പ് വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാം സ്റ്റെപ്സൊക്കെ ഒരേ രീതി തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല ചെയ്യണതിൽ. ബീഡിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ഷേപ്പുകൾ വ്യത്യാസം വന്നത്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണിത് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 mm ഉള്ള ബീഡാണ് എടുത്തേക്കണത്. അതുപോലെ 1 mm ഉള്ള ബീഡിന് 20 mm ആണ് ത്രെഡ് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് ബീഡ്സ് വർക്കിൻ്റെ വീഡിയോസിൽ മിക്കവരും ചോദിച്ചിട്ടുള്ളതാണ് ഏത് സൈസാണ് ബീഡ് എടുക്കണേ, ഏത് സൈസാണ് ത്രെഡ് എടുക്കണേ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ബീഡിൻ്റെയും ത്രെഡിൻ്റെയൊക്കെ സൈസ് എങ്ങനെയാണ് കാണണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ത്രെഡിൻ്റെ സൈസ് കാണാനൊന്നുമില്ല, നമ്മൾ ആ വാങ്ങിക്കുന്ന ത്രെഡിൽ ഇതുപോലെ ഉണ്ടാവും എന്താണ് അതിൻ്റെ സൈസ് എന്നുള്ളതും ഇതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് ഞാൻ ആവശ്യത്തിന് ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 കളർ ബീഡാണ്, യെല്ലോയും ഗ്രീനുമാണ് എടുത്തേക്കുന്നത്. നമ്മൾ വാങ്ങിയേക്കുന്നത് ഇതുപോലെ ഒരു മൾട്ടി കളർ ബീഡ് പാക്കറ്റാണ് കേട്ടോ. മൾട്ടി കളറിൽ ബ്ലാക്ക് കളർ ഇല്ല. ഇതിൽ ബ്ലാക്ക് ഉണ്ടെങ്കിൽ അതായിരുന്നു നല്ലത്, ഈ ഒരു പഴത്തിൻ്റെ ഈ ഒരു പോർഷൻ ചെയ്തെടുക്കാനേ. നമ്മൾ പഴമൊക്കെ പഴുത്ത് കഴിയുമ്പം ആ ഒരു അടിഭാഗത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതായിരുന്നു നല്ലത്. പക്ഷേ എങ്കിൽ ബ്ലാക്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഗ്രീൻ വെച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ ബീഡ് കോർത്ത് കൊടുക്കുക. ഒരു 4 ബീഡ് കോർത്ത് കൊടുക്കുക. നാലെണ്ണം കോർത്തിട്ട് 4ാമത്തതിൽ നമുക്കൊന്ന് ക്രോസ് ചെയ്തെടുക്കാം. ഇത് നേരെ സെൻറ്ററിൽ കൊണ്ടുവരാം കേട്ടോ. സെൻറ്റർ പോർഷൻ കിട്ടി. ഇനി നമുക്കിതിനെ ഈ 4 ബീഡിലും വീണ്ടും ഓരോ സ്ക്വയർ, യെല്ലോയുടെ സ്ക്വയറാണ് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലത്തെ ത്രെഡ് എടുക്കുക, 3 യെല്ലോ ബീഡ് കോർത്ത് കൊടുക്കുക. ഒരെണ്ണം നമുക്ക് കോമൺ ആയിട്ട് വരും സ്ക്വയറിലേക്ക്, അതുകൊണ്ട് ബാക്കി 3 എണ്ണം കോർത്ത് കൊടുക്കുക. 3ാമത്തതിൽ ക്രോസ് ചെയ്യാം കേട്ടോ. മൂന്നെണ്ണം കോർത്തുണ്ട്. 3ാമത്തതിൽ നമുക്ക് ക്രോസ് ചെയ്യാം. ഒരു സ്ക്വയറായി. ഇനി നേരെ ഈ ഗ്രീൻ ബീഡിൻ്റെ ഈ താഴേക്ക് നിൽക്കുന്ന ഈ ത്രെഡിനെ അടുത്ത ഗ്രീൻ ബീഡിൽ കോർത്ത് കൊടുക്കുക. യെല്ലോയിൽ നിൽക്കുന്ന ത്രെഡിലേക്ക് നമുക്ക്
യെല്ലോ ബീഡും കോർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇപ്പോൾ നമുക്ക് 2 കോമൺ ബീഡാവും. ഈ ഫസ്റ്റ് ചെയ്ത സ്ക്വയറിലത്തെ ഈ ഒരു യെല്ലോ ബീഡ് നിൽക്കും. താഴെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത് വെച്ച ഈ ഗ്രീൻ ബീഡ് ഒരെണ്ണവും നിൽക്കും. നമുക്ക് അടുത്ത സൈഡിൽ യെല്ലോ കോർത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഫുള്ള് സ്ക്വയർ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ലെയറിലത്തെ ഏറ്റവും ലാസ്റ്റത്തെ സ്ക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡിലത്തെയും സ്ക്വയറുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് റൗണ്ട് ചെയ്ത് ചെയ്യുകയാണ്. അപ്പോൾ ലാസ്റ്റ് സ്ക്വയറിന് നമുക്ക് 2 സൈഡും യോജിപ്പിച്ച് കഴിയുമ്പോൾ ഒരു ബീഡ് കോർത്ത് കൊടുത്താൽ മതിയേ. കണ്ടല്ലോ, ഇങ്ങനെയാണ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത സ്ക്വയർ ഇത് വന്നു. പിന്നെ ഇതാ ഇതിന് ചുറ്റിനും യെല്ലോ ബീഡ് വെച്ച് സ്ക്വയർ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിപ്പോൾ ഒരു സ്ക്വയറിൽ 2 സൈഡിലേക്കായിട്ടാണ് ത്രെഡ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് 4 മുത്ത് കോർത്ത് കൊടുക്കാം. 5 മുത്തുകളുടെ റിങ്ങാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് 4 മുത്തിനെ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. ആ സൈഡിലേക്ക് 4 മുത്ത് കോർത്ത് കൊടുക്കാം. വലിയ മുത്താണെങ്കിൽ നമുക്ക് വേഗം ഹോളൊക്കെ നോക്കി വേഗം കോർക്കാൻ പറ്റിയത്. ത്രെഡും വലുതാവുമ്പോഴേ നല്ല ബലമുണ്ടാവും. ഇത് ചെറുതാവുമ്പോൾ നമുക്ക് കോർക്കാനും ബലം കുറവായിരിക്കും ത്രെഡിന്. അതുപോലെ ഹോളും ചെറുതാണല്ലോ, അപ്പോൾ നമുക്ക് കോർക്കാൻ ഇത്തിരി സമയമെടുക്കും. 4 മുത്ത് കോർത്തു. 4-മത്തതിൽ നമ്മൾ ക്രിസ് ക്രോസ് ചെയ്യണം കേട്ടോ. 4-മത്തതിൽ ക്രിസ് ക്രോസ് ചെയ്തു. നമുക്കൊരു റിങ്ങായിട്ട് കിട്ടി. സ്ക്വയറായിരുന്നു ആദ്യം ചെയ്തത്. 2 ലെയർ സ്ക്വയർ ചെയ്ത് കൊടുത്തു. ദെൻ റിങ് ചെയ്തു. 5 ബീഡിൻ്റെ ഫസ്റ്റ് റിങ്. ഇനി ഇത് നമുക്ക് ഈ സ്ക്വയറിൽ 4 മുത്തുണ്ട് നമുക്ക് നിൽക്കണുണ്ട്, 4 സ്ക്വയറുകളുടെ. അപ്പോൾ ഈ 4 എണ്ണത്തിലും ഓരോ റിങ്. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ ഒരു റിങ് ചെയ്തു. നമ്മുടെ ഒരു ത്രെഡ് എടുക്കുക, തൊട്ടടുത്ത സ്ക്വയറിലത്തെ മുത്തിലേക്ക് കോർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 കോമൺ ബീഡ് ഔട്ടാ. ഈ 2 റിങ് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പോൾ ബാലൻസ് നമ്മൾ 3 മുത്ത് കോർത്ത് കൊടുത്താൽ മതി. 3 മുത്ത് കോർത്തിട്ട് 3-മത്തേൽ ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. നിങ്ങൾ ബീഡ്സ് വർക്കിൻ്റെയൊക്കെ വീഡിയോസ് കണ്ട് നിങ്ങളത് ചെയ്യാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പോസ് ചെയ്ത് ഓരോ സ്റ്റെപ്പുകളും ആയിട്ട് കൂടെ ചെയ്ത് വീഡിയോയുടെ ഒപ്പം തന്നെ ചെയ്ത് പോരാ. അപ്പോൾ എവിടെയെങ്കിലും തുടക്കത്തിലൊക്കെ എന്തായാലും തെറ്റുണ്ടാവും. നമ്മൾ ഒരുമിച്ച് ചെയ്ത് പോരുമ്പോൾ എവിടെയാണ് തെറ്റണേ, എന്താണ് അതിലുള്ള വ്യത്യാസം എന്നുള്ളത് നോക്കി പഠിച്ച് പോരാൻ പറ്റും. ഇതാ 3-മത്തേൽ ക്രിസ് ക്രോസ് ചെയ്തു. രണ്ട് റിങ്ങായി. ഇത് നമുക്കിനി അടുത്ത 2 റിങ്ങും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ 5 ബീഡിൻ്റെ റിങ് 4 റിങ്ങാണ് കേട്ടോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റായി. ഇനി ഇതിൽ ഓരോ ബീഡിലും സ്ക്വയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ബീഡിൽ നിൽക്കണുണ്ടാവും ത്രെഡ്. അപ്പോൾ സ്ക്വയർ ചെയ്യാനായിട്ട് 3 ബീഡ് ഓൾറെഡി ഉള്ള ഒരു ബീഡിൻ്റെ കൂട്ടത്തിൽ 3 ബീഡ് കോർത്ത് കൊടുക്കാം. സ്ക്വയർ സ്റ്റിച്ച് ചെയ്യണം ഇത്രയും ബാക്കി എല്ലാത്തിനും ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് കേട്ടോ ഇതിലും ചെയ്യണത്. ഇതിൽ നിന്ന് ഓരോന്നും സ്ക്വയർ ചെയ്തെടുക്കാം.
ഒരു സ്ക്വയർ ചെയ്തു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിനെ ചുറ്റി ഓരോ മുത്തും കണക്ട് ചെയ്ത് സ്ക്വയർ ചെയ്യാം. ചെയ്ത് വരുമ്പോൾ 8 സ്ക്വയർ ഉണ്ടാവും കേട്ടോ. അപ്പം ചെയ്തിട്ട് കാണിക്കാം. നമ്മളിതാ ഒരു സ്റ്റെപ്പ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്ക്വയർ തന്നെ റിപ്പീറ്റേഷനാണ്. ഇതിൻ്റെ ഓരോ ബീഡിലും സ്ക്വയർ സ്റ്റിച്ചുകൾ ചെയ്തു പോവുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പഴത്തിന് എത്ര വലുപ്പം വേണോ, നമ്മൾ എത്ര വലുപ്പത്തിലാണോ ഈ ഒരു ഐറ്റം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ലെങ്ത്തിൽ ഈ സ്ക്വയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 6 ലെയറാണ് കേട്ടോ സ്ക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന ആ ചെറിയ പഴത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 6 ലെയറാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു ലെയർ നമ്മൾ ചെയ്തു. അടുത്തൊരു ലെയർ സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ. കണ്ടല്ലോ, സെക്കൻഡ് ലെയർ സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ നമുക്കൊരു 6 ലെയർ റിപ്പീറ്റേഷനാണ്. ഇതിന് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഇതാക്കാനൊന്നുമില്ല. ഇതേ റിപ്പീറ്റേഷനാണ് 6 ലെയർ ചെയ്തു പോവുക. അപ്പോൾ അത്രയും ചെയ്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മളിത് 6 ലെയർ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വീണ്ടും 5 ബീഡിൻ്റെ റിങ്ങാണ് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ് ചെയ്തതുപോലെ തന്നെ ചെയ്യാണ് വേണ്ടത്. പക്ഷെ അതിക്ക് മുൻപ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കോട്ടൺ, ഞാനിപ്പോൾ കോട്ടണാണ് എടുത്തേക്കുന്നത്. കോട്ടൺ അല്ലെങ്കിൽ സ്പോഞ്ച്. ആദ്യമൊക്കെ നമ്മൾ ഈ മറ്റേ ചകിരിയുടെ നാരുണ്ടല്ലോ അതാണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോട്ടൺ ആയാൽ സ്പോഞ്ച്, അതും അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ വരൂലേ, പാക്കിംഗ് കവറൊക്കെ, അങ്ങനത്തെ ആയാലും മതി കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിനെ ഞാൻ എന്തെങ്കിലും ഒരു ഇർക്കിളോ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ. കുറച്ചിങ്ങനെ തള്ളി ഉള്ളിലേക്ക് ആക്കി എടുക്കണം കേട്ടോ. ശരിക്കും ഈ അറ്റം വരെ വന്ന് നിൽക്കണ രീതിയിൽ നല്ലോണം ഉള്ളിലേക്ക് തള്ളിക്കൊടുക്കുക. നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ്, എന്നാലാണ് ആ ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ. ഇതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. മാക്സിമം അങ്ങനെ തള്ളിക്കൊടുത്ത് നോക്കുക. എന്നിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ അതിനൊന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കത്രിക വെച്ച് കട്ട് ചെയ്യാം. നമ്മുടെ ത്രെഡ് കട്ടാവാതെ ഇതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. കൂടുതലുള്ള ഭാഗത്തിനൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ നമ്മൾ ഇത് കയറ്റിയപ്പോൾ പഞ്ഞി കയറ്റിയപ്പോൾ ഇവിടെ ലൂസായിട്ടുണ്ട് ഈ ഭാഗത്തെ സ്ക്വയറുകളൊക്കെ. അതിനെയൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ 5ൻ്റെ റിങ്ങുകൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ 4 ബീഡ് കോർത്ത് കൊടുത്ത് 4ാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. നാലാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കൊരു റിങ്ങായി കിട്ടും. ത്രെഡിലൊരു ചെറിയ കെട്ട് വന്നു, അതൊന്ന് അഴിച്ച്, ചെറിയ ബീഡായതുകൊണ്ട് ഈ കെട്ടുകൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറില്ല. അപ്പോൾ അതൊന്ന് അഴിച്ചെടുക്കട്ടെ. ത്രെഡിൻ്റെ കെട്ടൊക്കെ അഴിച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് ചെയ്യേണ്ട ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബീഡിലാണ് നിൽക്കണത്. ഇവിടെ ഞാനൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയി. അപ്പോൾ ആ ത്രെഡ് അവിടെ കെട്ട് വീണതുകൊണ്ട് അത് തിരുത്താൻ പറ്റി. ഇപ്പോൾ ഒറ്റ ബീഡിലാണ് നിൽക്കണേ. തൊട്ടടുത്തുള്ള ഒരു ബീഡും കൂടെ കോർക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ ബീഡിൽ 5 എണ്ണം കോർത്ത് കഴിഞ്ഞാൽ 5ൻ്റെ റിങ് കോർത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വിരിഞ്ഞാണ് വരിക. അപ്പോൾ നമുക്കിതിന് ഒതുങ്ങി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ബീഡുകൾ കോർത്തു. 2 ബീഡ് കോർത്തിട്ട് നമുക്കിനി ബാലൻസ് ഒരു 3 ബീഡും കൂടെ കോർത്ത് കൊടുത്ത് 5 ബീഡിൻ്റെ റിങ്ങാക്കി ചെയ്യാം. 2 സ്ക്വയറുകളെ കണക്ട് ചെയ്തിട്ട് വേണം ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ റിങ് ചെയ്യാൻ. അത് ഞാൻ ആദ്യം ചെയ്തപ്പോൾ തെറ്റിയായിരുന്നു. അവിടെ ഒരു കെട്ട് വീണ കാരണം കൊണ്ട് ആ തെറ്റ് ഞാൻ തിരുത്താൻ പറ്റി.
ഇല്ലാച്ചാൽ ഞാൻ അതന്നെ ചെയ്തു പോയേനെ. ലാസ്റ്റ് 1 2 റിങ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഓർക്കുക, അയ്യോ ഇത് തെറ്റിയല്ലോ എന്ന്. 5ാമത്തതിൽ 3 മുത്ത് കോർത്ത് 3ാമത്തതിൽ ക്രിസ് ക്രോസ് ചെയ്യണം. 5 മുത്തിൻ്റെ റിങ് ആയിട്ടാ. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് അങ്ങോട്ട് കൂടി വന്നു. ഇനി നമുക്ക് അടുത്ത 2 സ്ക്വയറും കൂടെ ഇതുപോലെ തന്നെ അടുത്ത 2 സ്ക്വയറിലത്തെയും ഓരോ മുത്തുകൾ കോർത്തെടുക്കുക. മുകളിലേക്ക് നിൽക്കണ 2 തൊട്ടടുത്ത് വരുന്ന 2 മുത്തിനെയും കൂടെ കോർത്തെടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ കോമൺ ബീഡ് 3 എണ്ണാവും. അപ്പോൾ പിന്നെ 2 മുത്ത് കോർത്ത് കൊടുത്താൽ മതി. 2 എണ്ണം കോർത്ത് 2ാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്യാം. ഇങ്ങനെ 4 റിങ്ങാണ് കേട്ടോ വരിക. സ്ക്വയർ നമുക്ക് ഈ പഴത്തിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ 8 സ്ക്വയർ വരും. ആ 8 സ്ക്വയറിനെ നമ്മൾ ചുരുക്കിയിട്ടാണ് ഈ 4 റിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് 2 റിങ്ങുകളെ ജോയിൻ ചെയ്യണത് കേട്ടോ. അതാ നമ്മുടെ 2ാമത്തെ 5 ബീഡ് റിങ്ങായി. ഇനി അടുത്തതും അതുപോലെ തന്നെ 2 സ്ക്വയറുകൾ ജോയിൻ ചെയ്യാം. വീണ്ടും അതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ ലാസ്റ്റത്തെ റിങ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതേ 2 സ്ക്വയറുകളെയും ജോയിൻ ചെയ്തു. ഫസ്റ്റ് ചെയ്തു വെച്ച റിങ്ങിലത്തെ ഒരു മുത്തും കോർക്കുക. നമുക്ക് 4 മുത്തുണ്ടാവും. പിന്നെ ഒരു മുത്ത് കൂടെ കോർത്ത് 5 മുത്തിൻ്റെ റിങ് ആക്കി എടുക്കാം. കണ്ടോ? അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു സ്ക്വയറായി വരും ഏറ്റവും ലാസ്റ്റ്. ഇതിലേക്ക് നമുക്കിനി തണ്ട് പോലെ വരാനായിട്ട് 5 മുത്തിൻ്റെ 4 മുത്തിൻ്റെ ഗ്രീൻ ബീഡ് കൊടുക്കുക. 4 മുത്തിൻ്റെ സ്ക്വയറാക്കി. അപ്പോൾ ഓൾറെഡി യെല്ലോ ഉള്ളത് കൊണ്ട് നമുക്കിതിലേക്ക് 3 ഗ്രീൻ കോർത്ത് കൊടുത്താൽ മതി. 3ാമത്തെ ഗ്രീനിൽ ക്രിസ് ക്രോസ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഈ യെല്ലോ സ്ക്വയർ വന്നത് ഏറ്റവും ലാസ്റ്റ് വന്ന സ്ക്വയർ ഉണ്ടല്ലോ അതിലോട്ട് എല്ലാം ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് വന്നു. ഇനി ഇതിൻ്റെ ചുറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ തണ്ടിൻ്റെ ഭാഗം ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു ഇതും കൂടെ ഒരു ലെയറും കൂടെ ഗ്രീനിൽ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ലെയറും കൂടെ ചെയ്യുന്നുണ്ട് തണ്ട് കുറച്ച് നീളത്തിലിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കണമെങ്കിലും വേറൊരു എന്താ പറയുക പടലൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യണമെങ്കിലും ഇതുപോലെ തന്നെ ഒരു ലെയറും കൂടെ ചെയ്തിട്ട് ജോയിൻ്റ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ജോയിൻ ചെയ്യണില്ല, കാരണം ഇതൊരെണ്ണം കൂടിയല്ലേ ഉള്ളൂ. ചെറുത് നമ്മളങ്ങനെ ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ജോയിൻ ചെയ്യണമൊന്നുമില്ല. ഇതുപോലെ ഒരു ലെയറും കൂടെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ലാസ്റ്റ് ലെയറും അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. 4 ബീഡിൻ്റെ ലാസ്റ്റ് റിങ്ങും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിന് കെട്ടിട്ട് അവസാനിപ്പിക്കാം. കെട്ടിട്ടിട്ട് ഞാൻ ഈ ത്രെഡുകൾ ഒന്നും കൂടെ ഇതിലേതെങ്കിലും ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ത്രെഡാണ്, ചെറിയ ബീഡാണ്, പക്ഷേ കോർക്കാൻ ബുദ്ധിമുട്ടുമാണ്. എന്നിരുന്നാലും 1 2 മുത്തിലെങ്കിലും നമ്മളൊന്നുകൂടെ കോർത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അഴിഞ്ഞു പോരും. അഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ലെയറായിട്ട് ലൂസാവും. അപ്പോൾ നമ്മൾ ചെയ്തൊക്കെ വെള്ളത്തിലാവും. അപ്പോൾ ഇത്രയും ഒന്നും കൂടെ കോർത്ത് 2 ത്രെഡിനെയും ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടെ ഒന്നും കൂടെ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ്.
ഇതാ നമ്മുടെ പഴം കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഒരു കാര്യം, ഇതിപ്പോൾ ഇതിൽ ഈ ത്രെഡ് ഈ പഞ്ഞി ഇങ്ങനെ തുറിച്ചിരിക്കുന്നത്, അതിന് വേണമെങ്കിൽ നമുക്ക് ഒതുക്കി കൊടുക്കാം. നമ്മൾ ഈ ഈർക്കിളി കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഈ മുത്തുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഒതുങ്ങിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് നിറയ്ക്കും വേണം. കുറച്ചൊന്നും നിറച്ചാൽ പോരാ, നല്ല തിക്കായിട്ട് നിറച്ചാലാണ് ഇതിങ്ങനെ നിൽക്കുള്ളൂ, നല്ല ബലത്തിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ബലമില്ലാതാവും. ഇപ്പോൾ ഈ ഒരു ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊന്നും കോട്ടൺ നിറച്ചിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ കണ്ട ഇങ്ങനെ ഇതായിട്ട് നിൽക്കും. ആ ഷേപ്പ് ഒക്കെ ഒന്ന് നഷ്ടപ്പെടും. ഇതാവുമ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ എത്ര കാലം വേണമെങ്കിലും ഇത് ഇരുന്നോളും, കേടാവില്ല കേട്ടോ. ഈ സാധനം നമ്മൾ ത്രെഡ് ഒക്കെ കട്ട് ചെയ്തതൊക്കെ കറക്റ്റ് വേ ആണെങ്കിൽ ഇതിങ്ങനെ തന്നെ കാലങ്ങളോളം ഇരുന്നോളും. എത്ര വർഷം വേണമെങ്കിലും ഒരു കേടുമില്ലാതെ ഇരുന്നോളും. ഇത് പിന്നെ കളറ് പോണ ബീഡല്ല. ഒന്ന് പൊടി പിടിച്ചാലൊക്കെ ഒന്ന് കഴുകി വാഷ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതുപോലെയാണ് ട്രഡീഷണൽ വർക്ക് ചെയ്യണത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.